അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരു വീഡിയോ കൊണ്ട് നിർത്താം വയനാട്ടിലെ കഥകളെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഒന്നുകൊണ്ടൊന്നും തീരില്ല. ഇവൻ ഉണ്ടല്ലോ ആരെ സാധനം എന്നറിയ കാണിച്ച് വാങ്ങി കൊണ്ടുവന്നേ. അതൊന്ന് കാണിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും. കോലം നോക്ക്, കാലയിൽ കണ്ണാപ്പിയുടെ ഗ്ലൗസ്, മുഖത്തെന്തുവാ തേങ്ങ വരുത്തുന്നോ? ഓക്കെ, ഉച്ചമ്മേനെ സോപ്പിട്ട് നിൽക്കുക. ഇത് നോക്ക്, ഗ്ലൗസ് ഇട്ടേക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ഒരു ഗ്ലൗസിൻ്റെ അകത്ത് വേറൊരു ഗ്ലൗസ്, ഈ 2 ഗ്ലൗസ് വീതം ആശാൻ ഇടുക. എന്നിട്ട് നോക്കിയപ്പോൾ കണ്ണാപ്പീൻ്റെ റൈഡിന് പോകുന്ന ഗ്ലൗസ് വേറെ ഇടിയുണ്ട്, അവന് കൈയില്ലെന്ന്. ഉച്ചമ്മ അവൻ്റെ താളത്തിന് നിൽക്കുന്നുണ്ട്. അവന് കൊഞ്ചൽ കുറച്ച് മൂത്തിട്ടുണ്ട് കേട്ടോ. എന്തോ കുറിച്ച് ഈ ഏരിയയിലുള്ള എല്ലാവരും അവനിപ്പോൾ അറിയാം. അയ്യോ പോടാ അണ്ടി തിരിഞ്ഞ്. ഉച്ചമ്മ ഒരു വലിയ വടി ഇങ്ങേരാവോ? എടാ എൻ്റെ കഴുത്ത് പോയവിടുന്ന്. ഞാൻ തരാം. പൊന്നൊരു വടി എടുത്തത് പൊന്നി, ഒരെണ്ണം കൊടുക്കാം. ഒരെണ്ണത്തിൻ്റെ കുറവുണ്ട്. നല്ല നുള്ളു തിരിഞ്ഞാൽ. വലിയൊരു ഗായികയാണ്. വീഡിയോ പിടിച്ചതാ. അല്ലല്ല, ഞാൻ അല്ലാണ്ട് യൂട്യൂബിന്റെ വീഡിയോ എടുത്തതാ. രാവിലെ എണീറ്റ് പൂഷാമ വോട്ട് ചെയ്യാൻ പോയി. അതിന് ഈ ചെക്കൻ ഇവിടെ കിടന്നുണ്ടാക്കിയ പുകില്. ഇതാ കുഴപ്പം. ഇതുകൊണ്ടാണ് ഇവിടെ വിട്ട് വരാത്തെ. അവന്റെ താളത്തിന് കാലിലെ സോക്സ് മാറ്റണ്ടേ നിനക്ക്? എന്തുവാടാ ഊരുന്ന് നോക്ക്. കണ്ണാപ്പി വരട്ടെ. കണ്ണാപ്പി മധ്യപ്രദേശിൽ പോയിക്കോ. കണ്ണാപ്പി വരട്ടെ, കിട്ടുവാടാ നിനക്ക്. എന്നാ വരുന്നേ? ആണോ? നാളെ കണ്ണാപ്പി വരുമല്ലോ. മാമൻ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയേക്കുവാ. വരട്ടെ, പറഞ്ഞു കൊടുക്കും. കണ്ണാപ്പി ഒന്നും പറയില്ല അല്ലേ? കണ്ണാപ്പി എടുത്തോളാൻ പറഞ്ഞില്ലേ? ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞു, കണ്ണാപ്പി പറഞ്ഞോ എടുത്തോന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ല കണ്ണാപ്പിക്കില്ലേ? ഹെൽമെറ്റ് മാത്രം മതിയോ കണ്ണാപ്പിക്ക്? അതെന്താടാ എടുക്കാൻ? നീ ഷിഡുവിന്റെ ഷൂ ഒന്ന് എടുത്തിട്ട് ഷൂ വിട്ടിട്ട് വേണ്ട. ഉഷമ്മ വടി എടുക്കാൻ പോകുമ്പോ നിലത്ത് നമ്പർ നോക്കി. അവന്റെ കെട്ടിപ്പിടുത്തം. ഉഷമ്മയ്ക്ക് ഉമ്മ കൊടുത്തോ ഇന്ന്? അവൻ എണീറ്റപ്പോ കണ്ടില്ല. അയ്യോ നോക്ക്. മറ്റേ സോപ്പിടിയിൽ നോക്ക. അവന്റെ ഷൂ ഇട്ടിട്ട് പോയാലോ? ഒരു കൊഞ്ചപ്പൻ. കൊഞ്ചപ്പനാണ്. ഇവിടെ ഉള്ള ഈ ഊഷമ്മനെ കാണാൻ വരുന്ന എല്ലാ പെണ്ണുങ്ങളെ ഇപ്പൊ ഇവനറിയാം. എല്ലാരോടും കഥ പറച്ചില്ല. രാവിലെ ആരോട് ഉഷമ്മനെ കണ്ടോന്നൊക്കെ ആ ഗേറ്റിന്റെ അവിടെ പോയി കരഞ്ഞോണ്ട് ഉച്ചമ്മനെ കണ്ടോന്ന്. എന്റെ ഉഷമ്മനെ കണ്ടോന്ന്. ബാക്കിയൊന്നും മനസ്സിലായില്ല, കരയുമായിരുന്നു. എടാ വീട് ഇവിടെ കൊഞ്ചല്ലടാ. കൊഞ്ചിക്കുട്ടീനെ എന്നാ ചെയ്യണ്ടേ? കൊണ്ടക്കളം പറഞ്ഞു ഉഷമ്മനെ. ഇന്നലെ പറഞ്ഞോ? എന്താ പറഞ്ഞേ? എടാ അപ്പൊ ചുലുവമ്മ എന്തോ ചെയ്യും? ചുലുവമ്മ കരയുവാ കേട്ടോ. സുലുവമ്മയോട് അയ്യോ, അപ്പൊ നമുക്ക് ചുലുവമ്മ ഇല്ല. വേറെ ചുലുവമ്മ പിന്നില്ല നമുക്ക്. എന്തോ ചെയ്യും? ചുലുവമ്മേനെ കണ്ണാപ്പിക്ക് കൊടുക്കാൻ പറയുന്നു. മോന്റെ ചുലുവമ്മേനെ ചുലുവമ്മേനെ കൊടുക്കാൻ സമ്മതിക്കില്ല. നമുക്ക് ഒരു ചുലുവമ്മ ഒരു മണിയമ്മ ഉള്ളല്ലേ? കൊടുക്കണ്ട. വേണേ ഉഷമ്മേനെ കൂടെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോവാം. ഉഷമ്മയെ കൊണ്ടുപോയി നമ്മൾ പട്ടിയൊക്കെ കാണിച്ചു കൊടുക്കണ്ടേ? എല്ലാം എന്തൊക്കെ കാണിച്ചു കൊടുക്കും നമ്മളല്ലേ? എന്തൊക്കെയുണ്ട്? പിന്നെ ഏത് ചെറുക്കനാ ഉള്ളേ? ഇവിടെ? ആ, നമ്മുടെ കിളീന്റെ പേരെന്തുവാ? ദർശന പട്ടി. പാറു. ആ, ബ്രൗണിയെ കാണിക്കണം. ചോട്ടുവിനെ കാണിക്കണം. ഉണ്ണിമായെ കാണിക്കണം. അല്ല, അന്നേരം നമ്മുടെ കൂട്ടി കിളീന്റെ പേരെന്തുവാ? വർത്താനം പറയുന്ന ലവ് ബേർഡ്സ് മാത്രമേ ഉള്ളോ? നമ്മുടെ കൂടെ കിടക്കുന്ന കിളി ഏതാ? അല്ല, പൊന്നാണി. വേറെ മറ്റവളുടെ പേരെന്തുവാ? ഇപ്പൊ എന്റെ പൊന്നാണിയും പിന്നെ ആരാ ഉള്ളേ? തൊത്ത്. ചൊത്ത്. ആ,
പിന്നെ അച്ചാച്ചിന്റെ പശുവിന്റെ പേരെന്തുവാ? പശുവിന്റെ പേരെന്തുവാടാ? പശുവിന്റെ പേരും കൂടി പറഞ്ഞു കൊടുക്കും. അച്ചാച്ചിന്റെ മാളു. പിന്നെ ആ അത് പോത്താ, പോത്തനും മാത്രം. പിന്നെ അച്ചാച്ചിന്റെ കിടുവിന്റെ ഏതം തോട്ടം വന്നത്. നന്ദനയുടെ കാര്യം പറഞ്ഞോ നീ? നന്ദന ആരാ? പറഞ്ഞോളൂ, ഉച്ചമ്മക്ക് പറഞ്ഞോട്. പ്ലാച്ചുവോ? പശുക്കുട്ടി അല്ലേ? ചെറിയ പശുക്കുട്ടി ഉണ്ട് അവിടെ. അതെന്നപ്പോ അതെന്താ? അത് ഉഷമ്മ ഇങ്ങനെ കൈ എന്താ പറയാ? ചുല്ലമ്മയുടെ അല്ല, ഉഷമ്മയുടെ മസിലല്ല, തഴമ്പ്. മതി അല്ലേ? നമ്മള് പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഇനി വടി എടുക്കാൻ പോട്ടെ ഞങ്ങള്. ആർക്കൊക്കെയാണോ കിട്ടാൻ പോകുന്നത്? വടി എടുക്കുന്നുള്ള ആരേലും നീ അടിച്ച? വേണ്ട വേണ്ട വേണ്ട, വെറുതെ അവനെ പ്രോത്സാഹിപ്പിക്കണ്ട. ഈ ഉഷമ്മ എല്ലാം എടുത്തു കൊടുക്കണേ. അവിടെ ചെല്ലുമ്പോ ഇതേ കളി അവൻ നമ്മളോട് കാണിക്കും. പൊന്നിച്ചേച്ചി അങ്ങ് ആകെ മിണ്ടാണ്ടിരിക്കുന്ന എന്നാ പൊന്നിച്ചേച്ചി? പൊന്നിച്ചേച്ചി പൊതുവെ ഇങ്ങനെയാ. ചിലപ്പോൾ ഭയങ്കര ഫോണൊന്നും നമ്മൾ ക്യാമറയൊന്നും ഇല്ലെങ്കിൽ കാണാൻ ചിലപ്പോൾ ഭയങ്കര വർത്താനം പറച്ചില്ല രണ്ടുപേരും കൂടെ. ഇന്നലെ ഞാൻ ആ മുറിയിലിരുന്നോണ്ട് കേൾക്കുക, ഇവള് ചോദിക്കുക, ചേട്ടായി തോരൻ ഇത്രയും മതിയോന്ന്? കറി വെക്കുക, തോരൻ ഇത്രയും മതിയോ? ആരെങ്കിലും വന്നാൽ തികയുമോന്ന്? ഉടനെ ഞാൻ പറയാ മതിയടി. ഒരു കളിയാ അല്ലേ പൊന്നി? ആ കിടുവാണോ ചേട്ടായി? കിടു ചേട്ടായിയാ? അവര് ചേട്ടായും ചാലിയമ്മയും കളിക്കുന്ന. കുഞ്ഞിന് അവിടെ കിളിക്ക് തീറ്റ കൊടുക്കണം, കോഴിക്ക് തീറ്റ, ഇവിടെ മീനിന് തീറ്റ. നോക്കിക്കോണേ കുറേ വാരിയിട്ട് കൊടുക്കും. ഓ വലിയ പുള്ളിയാ. മോനെ അപ്പം ഒരു പാടം കാണിച്ചു തന്നില്ലേ? കുറേ ചെടി നിൽക്കുക. അതെന്തു വരുന്നത്? അതെന്തു തരും നമുക്ക്? ആ അരിപ്പാടം. നെൽപ്പാടം കണ്ടോ? അരിപ്പാടം. ഞാൻ പറഞ്ഞു കൊടുത്തേ മോനെ ഇതെല്ലാം നെല്ലുണ്ടാവുന്നേ, അതിൽ നിന്ന് അരിയും ചോറും അല്ല. കുറേ കഴിയും പറയാം. അപ്പം ദേണ്ടപ്പ അരിപ്പാടം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചോറുപാടമായി. ചോറുപാടം. ആ മരം പോലെ അല്ലേ? അപ്പം ഇന്നലെ എങ്ങും പോയില്ല. ചില ശാരീരിക പ്രശ്നങ്ങൾ കാരണം വീട്ടിൽ തന്നെ ഇരുന്നു. ഉഷമ്മേൻ്റെ അടുത്ത് തന്നെയായിരുന്നു. ഇന്ന് എങ്ങോട്ടേലൊക്കെ ഒന്ന് പോകണം. നല്ല കാലാവസ്ഥ ഒന്നാമത്തെ കാര്യം. തണുപ്പ്. ഉച്ചയ്ക്ക് മാത്രം ശകേലം ചൂടെടുക്കത്തില്ല, അതായത് ഉള്ളതിൽ ഇത്തിരി വെയിലും ഒക്കെ. വേർക്കത്തേ ഇല്ല കേട്ടോ, അമ്മാതിരി തണുപ്പാണ്. കുഞ്ഞാവ് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് വരും. അപ്പം ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് പോയിക്കുക. അത് കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ ഒന്ന് പുറത്തു പോകും. ഇവൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഉഷമ്മയെ വിട്ടിട്ട്. നീ വരുന്ന പുറത്ത് കറങ്ങാൻ പോവാം. നമുക്ക് ചുമ്മാ കറങ്ങാൻ പോവാം എല്ലാവർക്കും കൂടെ ബൈക്കല്ലേ? ഒരുങ്ങി കുട്ടപ്പനായിട്ട് ഒരു കുഞ്ഞിനെ കാണിച്ചു തരാം നിനക്ക്. ഒരു കുഞ്ഞിനെ, ഒരു സുന്ദരിയെ. ഇന്നലെ കണ്ട വെണ്ണൊന്നുമല്ല, വേറൊരു വെണ്ണ. കള്ളാ, എടാ കള്ളാ. ഏത് പെണ്ണാന്ന് നിനക്കറിയത്തില്ലേ? പെൺപിള്ളേരെ കാണുമ്പോ എന്നെ ഷോയാ. അമലും അവന്റെ അയനത്തിയാണ്. അയനത്തി ഊതാതറാ. ഊത്തിന്റെ പുറത്ത് അവന്റെ കൂവലും. വെണ്ണിലവേ വെണ്ണിലവേ പാടിക്കേ. ആ ഉന്നൂടെ ആ കൂന്തലിൽ ആ പൂച്ചൂടിവാ. ഇവൻ എന്താ ഈ സോക്സിന് ഇത്ര അടിമയായിരുന്നു? തൊപ്പി സോക്സ്, രണ്ടാമത്തെ സോക്സ്, ഒന്നിൻ്റെ പുറത്തടുത്തത്. എല്ലാം കണ്ണാപ്പിയുടെ കൂടെ റൈഡിന് പോക്കും അടുത്ത ദിവസം. ഇല്ലേ മാമൻ്റെ കൂടെ ഓഫ് റോഡ് കൊണ്ടുപോയില്ലേ മാമൻ നമ്മളെ? ഓഫ് റോഡ് പോയില്ലേ? അപ്പോൾ പറഞ്ഞു തന്നില്ലേ ഓഫ് റോഡ് എന്തുവാന്ന്? നമ്മൾ കുതിരയൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് പോയ ഓഫ് റോഡ്. എൻ്റെ കുഞ്ഞിനെ വയനാട്ടിൽ കൊണ്ടുവന്ന് ഉഷയമ്മ പണിയെടുപ്പിക്കുന്ന കണ്ടോ? അടിച്ചു വാരണം, ചായ കുടിക്കണം, മുട്ട് കഴിക്കണം അല്ലേ കളെ? അതുകൊണ്ട് അടുത്ത ബ്രഷ് കൊടുത്തിട്ട് പുതിയ ബ്രഷ് കേട്ടോ. ഇനി ആരും വേറൊന്നും പറയണ്ടെന്ന്. പുത്ത ബ്രഷ് കവറിൽ നിന്ന് പിടിച്ചേരാ. ആ മോൻ കണ്ടുപിടിച്ചാ പൊക്കത്തിലിരിക്കുന്നല്ലേ? വേണേ ഇപ്പൊ പൊന്നിനെ കൂടെ തൂത്തു വരാം കളയും. ആ ഇനി കിടന്ന് തൂക്കുക. തലമുടിയാണ് ഹൈലൈറ്റ്. പൊന്നി കെട്ടി കൊടുത്താ. ഈ സീതത്തോട്ടിൽ പോയാൽ അവിടെ ഉണ്ട് കുറേ പെണ്ണുങ്ങൾ ഒരു പണിയും ചെയ്യത്തില്ല. അവൻ കുഞ്ഞു വേണം തൂത്തു വാരാൻ.
സീതത്തോടിലെ പെണ്ണുങ്ങൾ പണിയെടുക്കൂല. ആണല്ലേ? ആരാ മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കുന്നേ? എന്നെ ഒക്കെ ചിരിക്കുന്ന എന്തിനാ? ആ നീ വാടാ, ഇത് കിട്ടുവാടാ നിനക്ക്. അച്ചാച്ചി മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കുവോ? ആണോ? അപ്പൊ മണിയമ്മയോ? അതായത് കുടുംബത്തിലെ പെണ്ണുങ്ങളൊക്കെ മൊബൈലിലാണ്, അച്ചാച്ചി മാത്രമേ ഉള്ളൂ നോക്കാത്ത. അച്ഛയോ? നോക്കും. മോനും അച്ചാച്ചിയേ ഉള്ളൂ മൊബൈൽ നോക്കാത്ത അല്ലേ? നീ വാടാ, സ്പൈഡർമാൻ വെച്ചാൽ സ്പൈഡർമാൻ വെച്ചുതരാവേ. ആ ഓടി പറഞ്ഞേ. നമുക്കത് തങ്കനീയെ വെച്ച് തരണമെന്ന്. എന്ത് വെച്ച് തരേണ്ട പാട്ട്? ആ ഒന്നൂടെ കൂന്തലിലെ പൂ ചൂടവാ. പൂ പൂ ആ പൂ ചൂടവാ. ആ ചൂടുവാ. അങ്ങനെയെങ്കിൽ അങ്ങനെ നിന്റെ ഇഷ്ടം. ആ പാട്ട് എവിടെയാ ഉള്ളേ മോൻ? ആ പാട്ട് എവിടെയാ കേട്ടെ? ആരുടെ ഫോണിലെ പാട്ടാ അത്? മാമനെ വിളിക്കുമ്പോ കേൾക്കുന്ന പാട്ടല്ലേ? ആ ഏതാ? അതല്ലടാ. എന്താണ് പഠിക്കങ്ങനെ? അത് മറന്നു. മാമന്റെ പാട്ട് കണ്ടേ പിന്നെ ഈ സോക്സ് ഷൂ ഇട്ടിട്ടുള്ള പോക്ക് എപ്പോഴും. കണ്ണാപ്പിയോട് വരണം, നമുക്ക് അവിടെ നിന്ന് ഒരു ഹെൽമെറ്റ് കൊണ്ടുവരാനേ. കൊച്ചൊരു ഹെൽമെറ്റ്. മാസ്കും വേണോ? ആ മാസ്കും മേടിക്കാം. മാക്കും ജൂനിയർ കുഞ്ഞാവയായി വരുക. ആ പിന്നെ ആ കുഞ്ഞിനുണ്ട്. അത് തീർത്തോട്ടില്ല ഇപ്പൊ അല്ലേ? മുട്ട ബജി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നറിയോ കുഞ്ഞ് ഉഷമേ? ആദ്യം നമ്മൾ എങ്ങനെടാ? ആദ്യം മോരൊഴിക്കും. മോരൊഴിച്ചിട്ട് ഇത്തിരി മീൻകറി അതിനകത്ത് ഇടണം. പിന്നെ മുളകുപൊടിയും പഞ്ചസാരയും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് മുട്ട ബജി റെഡി. അവനെ പറഞ്ഞു തന്നെ. സ്പൈഡർമാൻ എങ്ങനെയാടാ മോരുകറി വെക്കുന്നേ? പറ, എന്തൊക്കെ ഇടുന്ന അതിനകത്ത്? ആ പിന്നെ ആ ആ ആ തേങ്ങാപ്പൊടി. പിന്നെ മോരുകറിയാ. പിന്നെ മോരും വെള്ളം. ആ മുട്ട ബജി ഇടണം അതിനകത്ത്. ആ പിന്നെ ഇടയ്ക്ക് കടിക്കാൻ ഒരു എന്റർടൈൻമെന്റ് വേണമല്ലോ. പിന്നെ അതെന്തു മക്കളെ ഉണ്ടാക്കി വെച്ചേക്കുന്നേ? എന്ത് ചീവീട്? ആളുടെ ഇരിപ്പും ഭാവമൊക്കെ നോക്കി അവനുണ്ടാക്കി വെച്ചേക്കുന്ന ചീവീട്. ചീവീട് എന്താ ഓടാത്തേ? ആണോ? 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 കണ്ണാപ്പിക്ക് കൊടുക്കുവോ? ആ ബോംബുണ്ടാക്കി വെച്ചേക്കും ചീവീട്. ഇല്ല പൊളിക്കത്തില്ല കേട്ടോ. ഓ എന്തോന്ന്? ചീവീടിനെയോ? ആ കുഞ്ഞ് രാവിലെ തൊട്ട് ചീവീട് ഉണ്ടാക്കുക. നമ്മളൊരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്ന പാടം കണ്ടോ? പാടം ഇതാണ് ചേകാടി, വയനാട്ടിലെ ചേകാടി. കണ്ട പാടം കൊള്ളാം, നല്ല സ്ഥലം. വലിയ ചെറുക്കനായി. ആരെ തലയിൽ എണ്ണ വെച്ച് തന്നേ? ഉഷമ്മ എണ്ണയൊക്കെ വെച്ച് തന്നെ ചെരുപ്പിടാറായോ? കുഞ്ഞിന് തോട്ടി പോകാനുള്ള വഴി അറിയാട്ടോ, വയനാട്ടിലെ തോട്ടില്. അപ്പൊ കുഞ്ഞ് അപ്പേനെ തോട്ടി കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. തോട്ടിൽ അപ്പ പോവാ കുഞ്ഞിന്റെ കൂടെ. ആണോ? അപ്പനെ കൊണ്ടുപോകും തോട്ടില്. നമ്മള് വിറയ്ക്കുവോ? അയ്യോ അപ്പയ്ക്ക് വിറയ്ക്കുവോ?
ഓ മീനില്ലേ? എന്തിയാ തോട്ടിലെ മീന്? ആരാ എടുത്ത് തീർത്തേ? പൂച്ച തിന്നോ തോട്ടിലെ മീന്? കള്ളിപ്പൂച്ച? കള്ളിപ്പൂച്ചയാ? നൂർക്കാൻ മഴയില്ലിപ്പോ. മഴ പെയ്യുമ്പോഴാ നൂർക്കുന്നേ. ഉച്ചമ്മ വന്നില്ലടാ. ഉഷമ്മ അവിടെ ഓരോ പണിയിലാണ്. ഇവൻ അവിടെ എല്ലാം ചെളി വെച്ച് തേച്ചേക്കുക. ഇവിടെ അമ്പലമായത്. ഇവിടെ ഉത്സവം വല്ലതും ഉണ്ടോ? ആ ആ ആ കിടുവേ അമ്പലം അത്. ആ കൊടയോ? ഉച്ചമ്മയുടെ കൊടയാ? കണ്ണാപ്പീൻ്റെ കൊട ഇങ്ങിതാ. കണ്ണാപ്പി വഴക്ക് പറയാം നിന്നെ കൊട പിടിച്ചു. ഇങ്ങത്താ. നീ എവിടെ പോവാ? അഹോ ഉത്സവത്തിന് പോവാന്ന് ഉഷമ്മേ. ഇപ്പൊ അതുവഴിയാണോ ഉത്സവത്തിന് വന്നു? ഇങ്ങോട്ട് വാടാ. ഇപ്പോഴല്ല ഉത്സവം, ഇങ്ങോട്ട് വാ. അവിടെ കുഴിയാ. കാട്ടാനയുണ്ട് അവിടെ. ആ ഏത് കാട്ടാനയോ? രാഘവൻ കാട്ടാന. ആ പിന്നെ ആരെയും നീ അടിച്ചു കൊല്ലുന്നേ? ഏ ആണോ? ഷോ ഈ അമ്പലത്തിലെ ചേട്ടൻ്റെ പേര് രാഘവൻ എന്നാണ്. ആരുമില്ലാത്ത ഉച്ചവാന്നോ? അയ്യേ പറ്റിച്ചോ. ഷോ ഒരു കളിപ്പാട്ടം പോലും ഇല്ലേ? ഐസ്ക്രീം വണ്ടിയും വന്നില്ല, കളിപ്പാട്ടവും വന്നില്ല. ഒറ്റയ്ക്കാണോ ഉത്സവം അല്ലേ? ആ ആ വീട്ടുകാർക്കൊക്കെ കൊടുത്തോ? ആണോ? ഉത്സവം ഒറ്റയ്ക്ക് നടത്തി അല്ലേ അമ്പലം? അമ്പലത്തിന്റെ വീട്ടുകാർക്ക് മാത്രമേ കൊടുത്തുള്ളൂ? ഒന്നും കിട്ടിയില്ലല്ലേ? പൊന്നി വേണ്ടേ, എല്ലാം ബാഗിലാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇട്ടിട്ട് സോപ്പ് എടുത്തോടാ. ഉഷമ്മ എല്ലാം എടുത്ത് പാക്ക് ചെയ്തെടുത്തിട്ട് വരുന്നുണ്ട്. അവനെ കുളിപ്പി. പതുക്കെ പൊക്കോ, നിന്നെ പിടിച്ചോണ്ട് പോവും. എവിടെ ചെന്നാലും അവന്റെ കുരുത്തക്കേടിന് മാത്രം ഒരു കുറവുമില്ല. പേടിച്ചു പോയതാ. പുള്ളീനെ കണ്ടേ. ഈ വയനാട്ടിലാണ് ഞാനിത് കണ്ടിട്ടുള്ളത്. എല്ലാ വേലിക്കലും ചെമ്പരത്തി. ഇല്ല ഇല്ല ഇല്ല, ഈ ചെമ്പരത്തി കാണാനേ ഇല്ല ഇവിടെ. കുഞ്ഞാൻ്റെ അവിടെ വന്നപ്പോ കണ്ടായിരുന്നു. ഇതാണോ മിനിയമ്മ? ഈ മിനിയമ്മ വിളിക്കുന്നില്ല തോട്ടിപ്പാൻ? മിനിയമ്മ വിളിക്കാത്ത എന്താ? കുളിക്കാൻ പോകാൻ വിളിക്കാത്ത എന്താ? അതെ വറക്കി വന്ന്. അയ്യോ ഒരു കടിയൻ പട്ടി. പോവല്ലേ കിടു. വടിയൊന്നും എടുത്ത് പട്ടിയുടെ പുറകെ പോലെ. കടിയൻ പട്ടിയാട്ടോ. ഉഷാമ്മയുടെ കൈ പിടിച്ചോ. ആ തിരിച്ച് നിന്നെ പിടിച്ച് 2 എണ്ണം തരുകയും ചെയ്യും. നമ്മളെ വീട്ടിലെ പട്ടിയല്ല, കയറി പിടിക്കല്ലോ കേട്ടോ. അവന്റെ വീട്ടിലേക്ക് അവൻ ഓടിയോ? അതെ വലിയ സിംഹമാ, പക്ഷേ 8 കാലിയെ പേടിയാ. പട്ടിനെ പുറകെ പോലെ കാണുമ്പോ കേട്ടോ. പോക്ക് നോക്കി അവനാ ഓടിച്ചാന്നുള്ള വിചാരമാ. നല്ല ഇടവഴി. ആ അന്ന് കണ്ണാപ്പിയുടെ ഒക്കെ കൂടെ ഇതുവഴി ഞാൻ പോയതാ. പാടം കാണാൻ. പറഞ്ഞാലോ അപ്പൊ ഇതിന്റെ പുറകെ പാടമായിരുന്നല്ലോ. ഒറ്റ ദിവസം കൊണ്ട് അവൻ വഴി പഠിച്ചോ? അതാ ഞാൻ ഇന്നാടെ വന്നപ്പോ ഉണ്ടായിരുന്നു. ആ പാടത്തിന്റെ നടക്കല്ലേ, പാടത്തിന്റെ കരയല്ലേ. വഴക്കുണ്ടാക്കുന്ന കുഞ്ഞല്ലെന്ന് പറഞ്ഞേലേ. അപ്പക്ക് വിഷമാവൂലേ? അപ്പക്ക് വിഷമാവൂ. അപ്പൊ കിടിച്ചേട്ടൻ കുളിച്ചിട്ട് വരട്ടെ. അതുകൊണ്ട് ഞാൻ എഡിറ്റ് ചെയ്യാം. കിടിച്ചേട്ടൻ കുളിക്കട്ടെ.
കഴിഞ്ഞ 3 ദിവസമായിട്ട് അവന്റെ എല്ലാ കാര്യവും നോക്കുന്ന ഉഷമ്മ തന്നെയാണ്. കിടു എവിടെ കാണുന്നില്ലല്ലോ. മൊത്തം മണ്ണ് മിനിമം കൊണ്ടുപോവാന്നല്ലോ. മിനിമ ബോംബ് ഉണ്ടാക്കിയിട്ട് ബാക്കി കൊടുത്താൽ മതി. വേണ്ട, ഉഷമ്മ തുണി അലക്കുക. മാമൻ ഇപ്പൊ വെരട്ടി ഓടിച്ചോടും നിന്നെ. ഇപ്പൊ കിട്ടും. നിക്കടാ അവിടെ. നോക്ക് പോന്ന പോക്ക്. വരുന്ന വരവ് നോക്ക്. ഉച്ചമേനെ വിളിച്ചോണ്ട് വരുവാ. എന്താ മണ്ണ് കണ്ടാ ചാടും. ഉഷമ്മയുടെ പൂക്കൾ. എന്തിടക്കിടുവേ സിനിമ എങ്ങനെയുണ്ട്? സൂപ്പറാ. ഞങ്ങള് സിനിമ കണ്ടിട്ട് നടക്കുക. എടാ നമ്മൾ തിയേറ്ററിന്റെ പേരെന്താ പറ? പെൻഡ. ഇത് കറക്റ്റ് സ്ഥലം ഏതാ? പുൽപ്പള്ളി. അപ്പൊ കുഞ്ഞാവയുണ്ട്, പൊന്നിയുണ്ട്, ഉഷാമ്മയുണ്ട്, കിടിച്ചേട്ടനുണ്ട്, പിന്നെ നടു റോഡുണ്ട്, ഞാനുണ്ട്. സിനിമയുടെ കഥയെന്ന് പറഞ്ഞു കൊടുത്തേ എല്ലാവർക്കും. ഒറ്റയടി. ഇവനും എൻ്റെ അപ്പനും കൂടെ പോയി കണ്ടതാ ആദ്യം, അമ്മവും കൂടെ. പോസ്റ്റർ കണ്ടപ്പോഴേ പറഞ്ഞു അപ്പം ഇത് പട്ടാളന്റെ പടമാണ്. പട്ടാളന്റെ കൈ മുറിഞ്ഞു നോക്കളെ. കൈ മുറിഞ്ഞിട്ട് അടച്ചിട്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഒറ്റ വെടി വെച്ചിട്ട് കൈ മുറിഞ്ഞു. പടം കൊള്ളായിരുന്നോ? നീ വർത്താനം പറഞ്ഞോണ്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. എന്തൊരു കിണുകിണ വർത്താനമായിരുന്നു നീ. രണ്ടാമത്തെ തവണ ഞാൻ കാണുന്നേ അമരൻ മൂവി. ഞാമാന്ന് നിന്നേ. കുഞ്ഞാ നിന്നടാ. മ്യാമന്റെ കോലം നോക്കിയാൽ ഞങ്ങളൊക്കെ ഇരുന്ന് വേർക്കുക. ഈ വയനാടുകാരന് തണുപ്പൊന്നും ഇവിടെ. കോലമൊക്കെ അങ്ങ് മാറി മ്യാമന്റെ നാട്ടിൽ വന്നപ്പോഴത്തേക്ക്. ഇതേ ഒരെണ്ണം എന്താ അവിടെ സംഭവിച്ചെന്ന് അറിയത്തില്ല. കുറേ വെടിയും പോകെ. ഞാൻ നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മുഖത്ത് നോക്കുന്നുണ്ട്. ഞാൻ പിന്നെ കരയുക ചിരിക്കുക, അഭിമാനം കൊള്ളുക, പുളകുന്നയാകുക. നിനക്കെന്താ മനസ്സിലായടാ? ഷോ എന്തുവാ അല്ലേ ഇവരൊക്കെ രാത്രി ഇറങ്ങി നടക്കുന്നത്. എടാ അപ്പന്റെ പൈസ ഇല്ലടാ. 800 രൂപയുടെ നോട്ടില്ലടാ അപ്പയുടെ ഇപ്പം. ഓ അത് വീട്ടിലിരിപ്പുണ്ടല്ലോ ബലൂണല്ല അപ്പന്റെ വേറെ പൈസ ഇല്ലടാ. 800 രൂപയുടെ നോട്ട്. 800 രൂപയുടെ പൈസ ഇല്ല. അതെന്റെ ഇല്ല. ഷോ എനിക്കറിയത്തില്ല വീട്ടിലെവിടെ ഇരിക്കുന്നത്. സീതത്തോട് മല മുഴുവൻ കേറി ഓടി നടക്കുന്നവന് കൊഞ്ചല്. ഉച്ചമ്മ എടുക്കണം അവനെ. ഉച്ചമ്മ താത്തു നോക്കൂ. ഉച്ചമ്മ ഈ കള്ളച്ചെറുക്കൻ ഭയങ്കര കൊഞ്ചനാ. നീ സീതത്തോട് പോകുമ്പോ എന്തോ എടാ ഉഷമ്മേ ചുലുമ്മ വഴക്ക് പറയുമോ നമ്മളെ? ചുലുമ്മ വഴക്ക് പറയും. അതുകൊണ്ട് നമ്മൾ കൊണ്ടുപോകണോ ഉഷമ്മേ? ഇല്ലേ? മണിയമ്മ വഴക്ക് പറയുമോ മലപ്പുറത്ത് കൊണ്ടുപോയാ? എന്തിനാ കൊണ്ടുവന്നും ചോദിക്കുവോ? മണിയമ്മ ചോദിക്കും അല്ലേ? ചുലുമ്മ ഒന്നും പറയത്തില്ല. ഉഷമ്മ മതി. ഉഷമ്മ താത്ത് വലിയ ഞാൻ എടുക്കാം. എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നടന്നേ. വേണ്ട മാമൻ കണ്ട നടക്കുന്ന മസിലുള്ളവരൊക്കെ നടക്കുക. ഇറങ്ങി നടക്കാം. നമുക്ക് ഓടി ഓട്ട മത്സരം നടത്താം. ബാ കൈ വീശ ഓട്ട മത്സരം നടത്താം. ഇറങ്ങ ബാ. അപ്പം കുഞ്ഞു ഓടുവേ. കയ്യിലിരിക്കുക വയ്ക്കുക കോഴിക്കാല്. ഉച്ചമ്മ ഉണ്ടാക്കി തന്നാ കൊഞ്ചുവാ ഉഷമ്മേ. കൊഞ്ചല. ഇത് താഴെ ഒരു പ്ലേറ്റ്. ഉച്ചമ്മ ഒരു പ്ലേറ്റ് കൊണ്ടുവന്നേ. ഒരു പ്ലേറ്റ് കൊണ്ടുവന്നേ. കുട്ടിയിലിരുത്തി ഉച്ചമ്മ എവിടെ പോവാ? കൊഞ്ചന എന്നാ ഒരു കാര്യം കുഞ്ഞാക്കി കൊടുത്തേരെ. കുഞ്ഞാക്കി മസിൽ വരട്ടെ. ശരിക്കും വേണ്ടിട്ട് വരുന്നുണ്ട് കുഞ്ഞാവ്. നോക്ക് ഇത് കുഞ്ഞാവെ അതിനെക്കാട്ടി കുരുത്തം കിട്ടതാ. ഇപ്പൊ അവന് വേണം നോക്കിക്കോണം. മാമ കഴിച്ചോട്ടല്ലേ? അവൻ കഴിക്കും. അവനിപ്പോ കൊച്ചിൻ്റെ കൂടിയേ പറ്റൂ. അതങ്ങനെ വരണോ? എല്ലാ കുരുത്തക്കേടും കഴിഞ്ഞിട്ട് ഒരുത്തം വന്നേക്കുക കെട്ടിപ്പിടിച്ചുറങ്ങാൻ. അപ്പൻ്റെ കൂടെ കിടക്കുള്ളൂ. അത് വേണ്ട. അയ്യോടാ ഇങ്ങനെയാ കുഞ്ഞുറങ്ങുന്നത്. കണ്ണടച്ചുറങ്ങി. എന്തൊക്കെ പണിയാ ഒരു ദിവസം പകലോട്ടെ കണ്ടിട്ട് നോക്കുന്നു നോക്കിയേ. എല്ലാ സംഭവം ഒക്കെ പക്ഷെ കിടക്കട്ടെ അപ്പൻ്റെ കൂടെ. ആ
നീ ഇഞ്ഞൂന്ന് വെച്ചു ഇഞ്ഞു ഇപ്പൊ കൊഞ്ചുന്നുണ്ടോണേ ഇഞ്ഞു കൊച്ചു കുഞ്ഞുങ്ങൾ എങ്ങനെയാ വിരല് കൂച്ചത്തില്ലേ കൊച്ചു പിള്ളേര് കണ്ടോ പൊടിക്കുഞ്ഞാട്ടോ വിരല് കൂച്ചുന്നേ ഉള്ളൂ ഓട് പൊടിക്കുഞ്ഞ് കള്ള കുഞ്ഞാണോ ഉറങ്ങിക്കോട്ടോ ഉറക്കം വന്നിട്ടാ എന്റെ കുഞ്ഞ് എന്തൊരു സുന്ദരൻ അപ്പൊ നോക്കട്ടെ സുന്ദരനാണോ നീ ഇവിടെ നോക്കിയേ തന്നെ കയറാൻ പോന്നേ ഡയറക്റ്റ് അവൻ മോൻ കയറിക്കോ കയറിക്കോ അപ്പയുണ്ടോ കയറിക്കോ ധൈര്യമായിട്ട് ആ പോവും ഇല്ലേ പൊന്നി ഞങ്ങൾ ഓടിച്ചു പോവും നീ കയറ്റി ഇരുത്തണ്ടായിരുന്നോ അത് തന്നെ അല്ലേ ഇല്ലേ മാമൻ കയറ്റി ഇരുത്തുമായിരുന്നു ഇത്ര പ്രശ്നമില്ലായിരുന്നല്ലോ ആ മുടി ചട കളഞ്ഞെടുക്കണമെങ്കിൽ ഇന്നൊരു ദിവസം എടുക്കും അമ്മണിക്കുട്ടനെ ഇപ്പൊ ഇത് അമ്മണിക്കുട്ട കരയില്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ അതെ മാമൻ കരയുന്ന നീ കണ്ടായിരുന്നോ അതന്നെ അതാ കരയുന്നു ഉടുപ്പ് പുറത്ത് മാമനെ നമ്മളെന്തോ വിളിക്കുന്നേ ചീത്തക്കുട്ടാന്നാ കൊച്ചേർക്കാന്നല്ലേ ബാഗ് എടുക്കുന്നുണ്ടോ നീ വെക്ക അങ്ങനെ മോനുമ്പേ ആ മോനും അങ്ങനെ വേ ഇല്ല മാമനാ ടോ വെക്കത്തോളാം ബൈക്കിന്ന് വീഴല്ലേ ടോ വെച്ചിട്ട് ഇരിക്കുന്ന ഇരിപ്പ് നോക്കി എത്ര വഴക്കുണ്ടാക്കിയാലോ അവനാ ബൈക്കിൽ തിരിക്കുന്ന മുഖഭാവോ കിടു ബൈക്കിൽ തിരിക്കുക ബൈക്കിൽ കൂടെ നടക്കുകയല്ലേ കുഞ്ഞി മാമൻ ഇരിക്കുന്ന ഇരിപ്പ് നോക്കി അള്ളിപ്പിടിച്ച് കുമാരിനെ ഞങ്ങൾ കൊണ്ടുവിടാൻ പോവാ കോളേജ് കുമാരിയെ ടാറ്റ പൊന്നു ചേച്ചിയും വരുവാ നീ പൊന്നു ചേച്ചിക്ക് ടാറ്റ കൊടുക്കുന്നേ അടങ്ങിയിരിക്കുന്ന കുഞ്ഞിനെ കണ്ടോ അതെന്തോ മൂച്ചാ ആ നമ്മൾ പോണം പിന്നെ പോകണ്ട ഇവിടെ ഇരുന്നിട്ട് എന്താ ചെയ്യാനാ ഇവിടെ ഒരു കൊച്ചു കുഞ്ഞ് തൊട്ടിൽ കെട്ടി ഉറങ്ങുന്ന കണ്ടോ നട ഇതേ അടുത്ത കുഞ്ഞ് മണ്ണ് വാരി കളിക്കുന്നു ആ ഹൈവേ റോഡ് വണ്ടി പോകുന്ന കാണാം തൊട്ടിൽ കെട്ടി ചാച്ചു അവിടെ പനി കുറവുണ്ടോടാ നോക്കട്ടെ ഐ പനി ആ ഒരു കോലമായി ചുണ്ടൊക്കെ പൊട്ടി ഞാനവിടെ തൊട്ടിൽ കെട്ടി തന്നേ ആഹാ ഇനി ഇവനെ ഞാൻ എങ്ങനെ കൊണ്ടുപോകും ഞാൻ ഇക്കിടൂനെ നീ വരുന്നോടാ കുന്നിൽ വരുന്നാ എന്നാ ഇത് തിന്നാ മതി അപ്പോൾ ഉണ്ടല്ലോ നിന്റെ വാഴയുടെ രുചി തിരിച്ചു കിട്ടും അയ്യോ എന്തൊരു സൗന്ദര്യം ഒന്ന് കാണട്ടെ കഴുകി തന്നെ ഇതാരാ കഴുകി ഒരു ഉമ്മ ആയോ ഇതാവുന്നതല്ല കഴുകിയാ പോന്നല്ല ഇത് എന്തുവാ എൻ്റെ ഒരു സൗന്ദര്യം പോസ്റ്റിന്നു ലിപ്സ്റ്റിക്കും പോസ്റ്റും ശാലി ചേച്ചി അങ്ങോട്ട് നോക്കിയാ മുഖത്തേക്ക് നോക്കിയേ അവിടെ കിടത്തി പിടിച്ച് പേനെ പിടിക്കുക കയറുമല്ലേ ഈ റോഡിൻ്റെ അടുത്ത് എന്തായാലും ഈ പിള്ളേരെ ഇവിടെ വെച്ചോണ്ടിരിക്കുന്നത് കിടുവായിരുന്ന സത്യമായിട്ട് എപ്പോഴേ അവർ റോഡിൽ ചെന്നിട്ടുണ്ടായനെ വല്ല വൻമതിലും കെട്ടേണ്ടി വരും നിങ്ങളിവിടെ വന്നേൻ്റെ അറിയാനുണ്ട് നിങ്ങളില്ലാത്തപ്പോൾ ഇവിടെ വരുമ്പോഴേ കൊടുങ്കാടല്ലായിരുന്നു കാട് മാറ്റി വേണമായിരുന്നു കയറി വരാൻ ആ പിന്നെ ടി വി ഉണ്ട് ഇതാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഗുണ്ട എന്നറിയപ്പെടുന്ന നിർമ്മലാമ്മ ആയ് സുന്ദരിയായിട്ടിരിക്കല്ലേ കുഞ്ഞമ്മാമന്റെ അമ്മ ടി വി ഇപ്പൊ വരുവാടാ എടാ അവിടെ അല്ലടാ ബോംബ് പെരപ്പുറത്ത് ഉണക്കാനിട്ടേക്ക് അതാ ഞാൻ
കൊടുക്കടാ. കുഞ്ഞൊരു കാർട്ടൂൺ വെച്ചോ. കാർട്ടൂൺ വെച്ച് കൊടുക്കണം. അതായത് ഇവിടെ നമ്മൾ വെക്കാതെ കുഞ്ഞാറ്റയ്ക്ക് കൊണ്ടാന്നോ കൊണ്ട് വെച്ചോളൂ. 10 മിനിറ്റ് അടങ്ങിയിരിക്കട്ടോ. കുഞ്ഞാ വീടൊന്ന് കണ്ടിട്ട് വരാടാ. ഞങ്ങൾ കുഞ്ഞമ്മാമൻ്റെ പുതിയ വീട് കണ്ടിട്ട് വരാം. ജിംബ്രു വാ, നമുക്ക് വീട് കാണാൻ പോവാം. ഇതിപ്പോൾ ഇവരിവിടെ വീട് പണി നടക്കുന്നതുകൊണ്ട് താമസിക്കുന്നതാണേ. വായോ. തന്നെ വെച്ച് പിടിച്ച് പോകുന്നോളാം. വഴി തെറ്റിപ്പോയാൽ ഞാൻ തപ്പി വരത്തില്ല. കരിമുണ്ടോടാ? അതാണ് കുഞ്ഞമ്മാമൻ്റെ വീട്. എവിടാ? വന്നപ്പോൾ തൊട്ട് ബോംബും തോക്കും ചോദിച്ചോണ്ടിരിക്കേ. ഇവിടെ പഴയ വീടിരുന്ന സ്ഥലം. ടൈലല്ലേ, ഏകദേശം കഴിയാനായി അല്ലേ? ആ ഉണ്ടടാ, അകത്താ. ബാം കയറി നോക്കാം. അതിന് അയ്യോ, അതൊക്കെ അവരുടെ വേറെ മാമന്മാരുടെ ആക്കളെ. ആ ബോംബുണ്ടടാ. അടുക്കള ഇവിടെയാ. ഇതിപ്പോൾ പുറത്തോട്ട് ഇറക്കിയതാണോടാ? ആ ഇത് സ്ഥലം ഉണ്ടോ? ഏത്? അതല്ലേ നല്ലേ. ആ പിന്നൊരു കാര്യമുണ്ട്. സാധനമല്ല മണല്ലേ. ഇനി പെയിന്റിങ് അല്ലേ? വീട് പണി കഴിഞ്ഞാൽ അപ്പം കെട്ടിക്ക് വന്ന പിന്നെ നിർമ്മലാമ്മ പറഞ്ഞേക്കുന്നത്. നീയാണ് ഇതെല്ലാം തേച്ചേ? അതിൻ്റെതായ ഒരു അപാകത ഉണ്ടടാ. കുറേ പണിയൊക്കെ ഇവനാ ചെയ്തത് കേട്ടോ വീട്ടില്. എന്താ പറ്റി? എടാ ഇവനെ ദാമോദരനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തേ. കുഞ്ഞിൻ്റെ പേരെന്തുവാ? നിൻ്റെ പേരെന്തുവാടാ? ഈയോ കുഞ്ഞ? ഇതിൻ്റെ പേരെന്തോ കുഞ്ഞാ? ഈന്നാണോ പേര്? ഓ വേറെ പേരുണ്ട്. അതെ. കൂടെ പേരെന്തുവാ? നിൻ്റെ പേരെന്തുവാ? കിടു. ഓ വലിയ ചേട്ടനല്ലേ. സ്കൂബിയേ എന്താ ഒരു വിഷമം? കിടു ചോദിക്കുന്നല്ലോ എന്താ ഒരു വിഷമം? എന്നാ പറ്റിയേ? കുട്ടിയും കോലും കളി. ആ ബക്കറ്റും മണ്ണും വാരി. അവിടുന്ന് മണ്ണ് വാരിക്കൊണ്ട് എങ്ങും കളയല്ലേ. അവൻ പരിപാടി തുടങ്ങി. അവൻ ഏത് പഞ്ചായത്തിൽ ചെന്നാലും ഇത് തന്നെ. ഇന്ന് വൈകിട്ട് ഞങ്ങൾ തിരിക്കും. വായില്ലേ? പേര് ചോദിച്ചിട്ട് പറയാതിന് കിടു പറയാ കുഞ്ഞിന് വായില്ലെന്ന്. വായുണ്ടല്ലോ, കണ്ടോ വായിരിക്കുന്നത്. നീ ഇതുപോലെ ചില സമയത്ത് ഞങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ പറയുമോ? നിർമ്മലമ്മയുടെ കൂട്ടുകാരനാ. എടാ ആട്ടുംകുട്ടി ഇതോണ്ടേ ഇതുവഴി പോയി പിടിച്ചോ. കുത്തത്തില്ല, നീ പൊയ്ക്കോ. ഇല്ല മാമനെ വിളിച്ചോണ്ട് പോകും. വിളിപ്പോ വരും. ആ ആണോ? നിങ്ങളുടെ വീട്ടിലെയാ? അവിടെ പോണ്ട, ഇതിനെ പിടിക്കാം. എടാ ഞാൻ ഈ ചെരുപ്പ് വിട്ട് വീട്, നീ പോയി പിടിച്ചോ. ഇല്ല കാട് കടിക്കത്തില്ല. എടാ ഇത്രയും പട്ടിയും കോഴിയും പശുവുള്ള വീട്ടിൽ നിന്ന് വന്നാൽ നിന്നെ കാട് കടിക്കുമെന്നോ? അവരവിടെ വീടിൻ്റെ ചർച്ചയിലാ. അത് മാമൻ്റെ ആണ്ടോ? കുഴപ്പമില്ല. എടാ ആട് കടിക്കത്തില്ല കുഞ്ഞെ. ആടെങ്കിൽ പാപ്പ തൊട്ട് കാണിക്കാവേ. നോക്കണേ, കണ്ടോ കണ്ടോ? ഏത്? ആ അതെ അതെ എൻ്റെ കുട്ടിയാ അത്. ആട് കടിക്കത്തില്ല മോനെ. അതെ നിന്റെ അടുത്തോട്ട് വരുന്നു തൊടാനാ. ആശാനെ ആടുമായിട്ട് വലിയ പരിചയമില്ല. ഇല്ലടാ ഒന്നും കുത്തത്തില്ല. കൊമ്പൊക്കെ ഉണ്ടായിക്കോട്ടെ, നിന്നെ കുത്തത്തില്ലടാ. ഇതെല്ലാം നിർമ്മലമ്മയുടെ ആടാ. ഇവരൊക്കെ ബോംബുണ്ടാക്കും.
ആ എന്തിയെ കുഞ്ഞമ്മാമൻ ആലോചിക്കുന്നുണ്ടോ? ദേ രണ്ടും കൂടെ പോന്നു. പശുവിനെ കാണിക്കാൻ മറ്റും വിളിച്ചോണ്ട് പോയതാ. വീണ അപ്പം ഞാൻ എണ്ണിക്കുമെന്ന്. ആ കൊച്ചിനെ അതിൻ്റെ വീട്ടിൽ കൊണ്ടുവിടാൻ പോയതാ. വീണാണ്ട് വാ. എവിടെ പോയാ? കുഞ്ഞിന് പേടിയാണ്ട് കൊണ്ടുവിടാൻ പോയാണോ? നടന്നു വരാൻ പേടിയാ. അവിടെ ഇരിക്കുക. ആണോ? ഇറങ്ങുന്നു നോക്കിയടാ. എണ്ണിട്ട് നടന്ന വീഴുമെന്നറിയാം. മിടുക്കനാന്നല്ലോ, കുഞ്ഞിനെ കൊണ്ടുവിട്ടിട്ട് വരുക. അവൻ്റെ പേര് എന്നോട് ഈന്ന് പറഞ്ഞടാ. എവിടെയാ കൊണ്ടുവന്ന്? അല്ല, ഇപ്പം ഞാൻ കൈ കഴുകി കുടഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. സാരമില്ല, വെറ്റ് വൈപ്സ് വെച്ച് ചെയ്യാം. മക്കളെ ഒന്ന് ഇറങ്ങിക്കുക, ബാ നമുക്ക് പോകണം. കിടുങ്ങാമണി വരെ മണൽ കയറി. ഈശ്വര, ഞാൻ വേറെ ഡ്രസ്സും എടുത്തോണ്ടല്ലോ വന്ന്. എവിടെ പോയാലും അവൻ അവൻ്റെ ടീമിന് ഒരെണ്ണത്തിനെ കിട്ടും. ആ കൊച്ചിൻ്റെ ചെരുപ്പല്ലേ ഇത്? വന്ന ഉടനെ നിർമ്മലാമ്മയോട് ഇരിക്കുക ബോംബ് എവിടെ വെച്ചേക്കുന്നതെന്ന്. എന്നാ തോക്കിങ്ങ് തരാൻ. തീർത്തല്ലേ? ആ ബാ, നമുക്ക് നിർമ്മലാമ്മയുടെ അടുത്ത് പോയിട്ടൊന്ന് കൈയും കാലും കഴുകിയിട്ട് നമുക്ക് പോവാം. ആ, ഇവിടെ നിന്ന് കളിച്ചോ. ഇവിടെ വേറെ മറ്റേ 8 കാലിയുണ്ട് ഈ മണ്ണിൻ്റെ അകത്തൊക്കെ. ഇങ്ങോട്ട് വന്നേ, നമുക്ക് ഫുട്ബോൾ മേടിക്കാൻ പാം. ഫുട്ബോൾ മേടിക്കണ്ടേ കുഞ്ഞിനെ? സൂപ്പർ ഫുട്ബോൾ. എന്നിട്ട് നമുക്ക് കുഞ്ഞാറ്റയുടെ വീട്ടിൽ പോയി കളിക്കണം. ബാ, എണ്ണിടാ. കിടുവേ, ബാ അപ്പം എൻ്റെ കൂടെ വാ. മതി, നമുക്ക് ബോൾ. മാമൻ അടിക്കും. ഇത് മാമൻ്റെ പണ്ട് മാമ വീട് വെക്കാൻ വെച്ച മണ്ണാ. ആള് വരുന്ന ആള്. അയ്യോ, പണിക്കാർ വരുന്നു. പണിക്കാർ അവിടെ വെച്ച പണിക്കാരുടെ എങ്കിൽ മാറി അവിടെ വെച്ചിട്ട് പോരാ. ഇതുണ്ട് ആരാ വരുന്നത് നോക്ക്. നീ വരുന്ന ആരാ നോക്കി. അങ്ങോട്ട് നോക്കി. കിട്ടൂടാ ഇന്ന്. നിർമ്മലാമ്മ വരുന്നുണ്ട്. ഗുണ്ട തല്ലാൻ ആളെയും വിളിച്ചോണ്ട് വരുന്നുണ്ട്. കണ്ടോ, നിർമ്മലാമ്മ ആളെയും വിളിച്ചോണ്ട് വരുന്നുണ്ട്. ഇന്ന് കിട്ടും നിനക്ക്. വരുന്നുണ്ട്, ഇത് കിട്ടിക്കോളൂ. എന്നെ കെട്ടിപ്പിടിക്കരുത് പ്ലീസ്. ഈശ്വര, ഈ മൺകൂനെ ഞാൻ എന്ത് ചെയ്യും? എവിടെ കൊണ്ട് ഞാൻ അലക്കും നിന്നെ? അയ്യോ, ആ പേടിക്കണം. നീ പേടിക്കണം. കരിമ്പ് നിനക്ക് എന്തിനാ വാക്കുത്തി? കരിക്കല്ല, കരിമ്പ്. മാവ വെട്ടിത്തരുവടാ. മാവ വെട്ടിത്തരും. ആ, എൻ്റെ മോനെല്ലാം അറിയാം. കാക്കത്തിയും പാക്കത്തിയും ഒന്നും വേണ്ട. കരിമ്പ് തരും. കുഞ്ഞിന് ചെറുതാക്കി വേണ്ട. അമ്മ ചെറു. ആ, തിന്നാനാ. ഇപ്പം തരും. കണ്ടോ മാമ തിന്നുന്നേ. ആ, കരിമ്പ്. പൂവെന്നാ മധുരം പോത്തില്ലേ? പൂ വരാൻ നിർത്തണ്ട. ആടാ, കരിമ്പിന് മധുരമല്ലേ? കരിമ്പിൻ ജ്യൂസ് കുടിക്കത്തില്ലേ നമ്മള്? ആ, കടിച്ചിരുന്നോളൂ. പിന്നെ അവ എല്ലാം കൊടുത്താൽ മതി. പക്ഷെ മീനും ഒക്കെ തന്നെ അതിന് മുള്ളൊക്കെ മാറ്റി അതൊക്കെ ശ്രദ്ധിച്ച് കഴിക്കും. ചവച്ചാൽ മതി. ആ, അതെ, മാമൻ ചവയ്ക്കുന്നുണ്ടോ? അങ്ങനെ പല്ലിന് ബലം വരും ഇപ്പം. കരിമ്പ് തിന്നാൻ അറിയത്തില്ലടാ. കണ്ട മസിൽ മാമൻ്റെ. മോൻ്റെ മസിലൊന്ന് കാണിച്ചു കൊടുത്ത് നിർമ്മലാമ്മയ്ക്ക്. അത് വായിലിട്ട് ചവച്ച് കടിച്ചിട്ട് നീര് കുടിച്ചിട്ട് കുത്തിക്കളാം. അങ്ങനെ കൊള്ളാവോ? മധുരമുണ്ടോ? കടിച്ചു നോക്കണോ? ആ, മധുരം ഉണ്ടല്ലോ. ആണ്ടേ, നമ്മളമ്മ ചെറുതാക്കി തന്നു. അത് ചേർത്ത് വെക്കാൻ തന്നെയല്ല. നമ്മൾ കടിക്കുമ്പോൾ അവർക്ക് കടിക്കാൻ പറ്റില്ല. ഇത് ചെറുത് വായിലിട്ട് കടിക്കും. 2 കൊമ്പ്. ഇത് കടിക്കും. ഒരെണ്ണം കടിക്കും. മഴ ചാർന്നില്ല കുഞ്ഞാ. ആ, പറഞ്ഞിടത്ത് ഒത്തിരി ദൂരം ഉണ്ടോ പോകാൻ? ആ, പഠിച്ചല്ലോ. പല്ല് കുറച്ചിങ് എടുക്കല്ലേ. ഇവിടുത്തെ കൊച്ചിന് അതായത് നീ കൊടുക്കത്തില്ല അതല്ലേ?
ആ എല്ലാവർക്കും കുഞ്ഞെല്ലാം കൊടുക്കും പോഴഞ്ഞ നിനക്കൊഴികെ എല്ലാവർക്കും അവൻ തരും. ആ അപ്പയും കുഞ്ഞും മാമനും ബലൂണും കൂടെ ചീത്തോട്ടി പോവാ അല്ലേ? ഞങ്ങൾ തിരിച്ചു പോവാ. അല്ലല്ലോ കപ്പയും മീനും പോലെയാണ് അപ്പയും കുഞ്ഞും എല്ലാരും പറഞ്ഞല്ലേ കളെ. ഞങ്ങളിപ്പോ നിക്കുന്നത് കണ്ടാ എവിടെയാന്ന്? ആ ബസ്സെല്ലാം പോയാലോ? നല്ല ബസ്സാണ്. എടുത്തോണ്ട് വെച്ചതാ. ഇത്രയും വെയിറ്റ് ഇല്ലേ ഇതിന്? കണ്ടില്ലേ? പിന്നെ അത് ഇതിനകത്ത് മേക്കപ്പ് സാധനം പൊക്കം ഇടുന്നു. അത് തന്നെ കൊടുക്കട രണ്ടെണ്ണം മാമനിട്ട്. നമ്മള് എവിടെ പോവാ? ചീത്തോട്ടിൽ ആരാ ഉള്ള ഇപ്പം? അച്ചാച്ചിയോട് നമുക്ക് എന്തെല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട് ഈ മാമന്റെ കുറ്റം അല്ലേ? എല്ലാം പറഞ്ഞു കൊടുക്കും. താണ്ടിക്കാട് വഴിയൊന്നും അല്ല പോകുന്നത്, പൊറോട്ട വീട്ടിൽ കുഴി ഇതേ കിടക്കുന്നു സ്പൈഡർമാൻ. ആ ആ ആ അത് ഇന്ന് വീണ് കരയാനുള്ള. അയ്യോ കുഞ്ഞാ 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 കിടെടുത്തോ. നിന്റെ ഷൂ കൊണ്ടിട്ടാ ഇത് പൊട്ടുന്ന കുഞ്ഞാ. നിന്നെ ഞാൻ തീർക്കും. ഞാൻ എൻ്റെ കൊച്ചിനെ കരയിച്ചാട്ടാ അല്ലേ? മിണ്ടല്ലേ കൂട്ട് വെട്ടിയാരെ. നീ അങ്ങോട്ട് നിന്ന് വഴക്കുണ്ടാക്കിയാൽ നീ ഞാൻ ഉത്തരവാദിയല്ല കേട്ടാ. നമുക്ക് പോകുന്ന വഴിക്ക് കഴിക്കണ്ടേ വണ്ടി നിർത്തുമ്പോ? അത് നിനക്ക് നീ ഇതിന് വന്നിട്ടുണ്ടോ ഈ ബസ്സിന്? ഓഹോ ഓ ഇതിനായിരുന്നു വന്നേ. ഊള വണ്ടിയല്ലടാ. ഇനി വണ്ടിയെ കയറി പറയാം ഊള വണ്ടിയാന്ന്. ഓ ആ പിടിച്ചോണ്ട് പോക്കോ. കുണ്ടിക്ക് ഇഞ്ചക്ഷൻ വെക്ക്. അങ്ങനെയല്ല മാമനെ പറ. മാമന്റെ കാര്യം പറഞ്ഞോളൂ. മാമനെ പിടിച്ചോണ്ടോ പറ. എന്റെ കൊച്ചിനെ അല്ല വേണ്ട. അതെപ്പോ കുഞ്ഞാ പോ നിന്നെ ഡോക്ടറെ കൊണ്ട് കാണിക്കും. ധൈര്യം ഉണ്ടെന്ന് പറ. അവിടെ വരെ പോയിട്ട് ഓടിവാ. മാമൻ പറയാം നിനക്ക് ധൈര്യം ഇല്ലെന്ന് അവിടെ പാൻ. കുത്തി വെക്കട്ടല്ലേ? മോനെ വെല്ലു വിളിക്കുന്നു. ധൈര്യം ഉണ്ട് ആശുപത്രിയിൽ കയറാൻ. ആ ശരിയാ. മാമന് ഭ്രാന്തുള്ളതുകൊണ്ടാണ് മാമൻ അവിടെ നിൽക്കുന്നതെന്നല്ലേ? മാമനല്ലേ? കേട്ടില്ല. മിണ്ടാണ്ടിരുന്നേടാ. നിൽക്കെന്തോ മാമന്റെ മോൻ പറ. മോനും കൈ ഞൊടിച്ച് കാണിച്ചേ. ഞൊട്ട വിട്ട് കാണിക്കടാ. എന്തു കുഞ്ഞാ. ഞാൻ രണ്ടിനും തിരിച്ച് അങ്ങോട്ട്. വണ്ടി കയറുന്നതിന് മുന്നേ ഇത് പൊട്ടും അല്ലെ? വണ്ടി കയറിയിട്ട് ഇന്ന് പൊട്ടും. നല്ല സൗണ്ട് ഞൊട്ട വിട്ടിട്ട്. കണ്ടോ ആശുപത്രി അടച്ചേക്കുവാ. കണ്ടോ? പേടിക്കണ്ട. അവിടെ നിന്ന് കളിച്ചോ. അവിടെ കുഞ്ഞാ. അതെന്തോണ്ടെന്ന് നോക്കിയിരിക്കും ഒരുത്തൻ കരയാൻ. ഒരുത്തൻ എന്തോണ്ടെന്ന് നോക്കിയിരിക്കുക കരയിക്കാൻ. ആ മാമനെ പിടിച്ചോണ്ട് വന്നതല്ലേ ആംബുലൻസ്. പൊളിച്ച് പൊളിച്ച്. ആ പച്ചക്കറി കട അപ്പുറത്ത്. അത് മറ്റേ സാധനങ്ങളൊക്കെ തരുന്നത്. മറ്റേ ഈ അൽക്കുലത്തെ സാധനങ്ങളൊക്കെ അവിടെ ഇപ്പൊ ചവിട്ടി തൂക്കുന്ന. സമയം എടുക്കും.